ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. ദൈവത്തിൻ്റെ ദൂതൻ സക്കറിയായോട് പറഞ്ഞ വചനമാണ്. ഇന്ന് ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ നീ എത്ര മാനസികമായിട്ട് തളർന്നിരിക്കുകയാണെങ്കിലും, ജീവിതത്തിൽ നിരാശ നിന്നെ പിടികൂടിയിട്ടുണ്ടെങ്കിലും, ജീവിതത്തിന് അർത്ഥം നഷ്ടപ്പെട്ടു പോയി തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, വചനം നിന്നോട് പറയാണ്, നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. ദേവാലയത്തിൽ ധൂപമർപ്പിക്കാൻ പ്രവേശിക്കുന്നത് നിരാശയോടുകൂടിയാണ്. ഒരു കാലത്തോളം പ്രാർത്ഥിച്ച് നീതിയിൽ ജീവിച്ച് പ്രാർത്ഥനാ ജീവിതം നയിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റമറ്റവരായി നിരാശയോടുകൂടി ദേവാലയത്തിൽ പ്രവേശിച്ച സക്കറിയായ്ക്ക് നൽകപ്പെട്ട വാഗ്ദാനമാണ്, നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു നാളിലെ സഹനങ്ങൾക്കും വേദനകൾക്കും തിക്താനുഭവങ്ങൾക്കും ദൈവം ഉത്തരം നൽകി നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പ്രത്യാശ അതാണ്. നമ്മുടെ എല്ലാ സന്തോഷങ്ങളും അസ്തമിച്ചു, ജീവിതത്തിൽ എല്ലാം കൈവിട്ടു എന്ന് നീ കരുതുന്ന നിമിഷത്തിൽ ദൈവം നിനക്ക് സന്തോഷിക്കാനായിട്ട് ഇട നൽകും. വീണ്ടും പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 99 വയസ്സ് വരെ കർത്താവിൻ്റെ വാഗ്ദാനം, നിന്റെ സന്തതികളെ ഭൂമിയിലെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയുമാകും. പ്രത്യാശ നഷ്ടപ്പെട്ട് അബ്രാഹാം പറയുന്നുണ്ട്, ഇസ്മായേൽ അങ്ങയുടെ മുമ്പിൽ ജീവിച്ചാൽ മതി. അത് അബ്രാഹത്തിൻ്റെ തന്നെ ഒരു രോദനമാണ്. ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല. ആ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തപ്പോൾ പ്രിയപ്പെട്ടവരെ, സാറ ഗർഭിണിയാകുന്നു. അവർ തന്നെ ചിരിക്കുന്നുണ്ട്, എങ്ങനെ ഇത് സാധിക്കുമെന്ന്. എല്ലാ പ്രതീക്ഷയും കൈവിട്ട് എല്ലാ സാധ്യതകളും അസ്തമിച്ച് 90 വയസ്സായ സാറ, വന്ധ്യയായ സാറായും 100 വയസ്സായ അബ്രാഹവും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് അർഹനായിത്തീർന്നു. അത് പ്രത്യാശയാണ്. പുതിയ നിയമത്തിലേക്ക് യോഹന്നാന്റെ സുവിശേഷം 11-12 അധ്യായങ്ങളിൽ 11-ാമത്തെ അധ്യായത്തിൽ ലാസറിന്റെ മരണത്തെക്കുറിച്ച്, ഈ ലാസർ മരിച്ച് 4-ാം ദിവസമാണ് കർത്താവ് ആ കല്ലറയുടെ അടുക്കലേക്ക് വരുന്നത്. എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചു. അങ്ങനെ ആ പ്രതീക്ഷ അസ്തമിച്ച സമയത്താണ് കർത്താവ് അവരെ സന്തോഷിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം സന്തോഷിപ്പിക്കുന്ന വഴികൾ അങ്ങനെയാണ്. എല്ലാം തകർന്നു, തളർന്നു, അവസാനിച്ചു, ജീവിതത്തിൽ പ്രത്യാശിക്കാനൊന്നും ഇല്ല, ഇതെല്ലാം പ്രാർത്ഥിച്ചത്, ദൈവത്തിന് ആശ്രയിച്ചതൊക്കെ വൃഥാവിലായി എന്ന് നീ ചിന്തിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നിന്നിൽ പ്രകടമാകും. അത് ദൈവമാരാണെന്നും ദൈവത്തിൻ്റെ ശക്തിയാണ് എന്താണെന്നും ദൈവത്തിൻ്റെ വാഗ്ദാനം എത്രമാത്രം വലുതാണ് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗത്ത് ധ്യാനിക്കുമ്പോൾ ജീവിതത്തിൽ മനസ്സിനെയും ഹൃദയത്തെയും സന്തോഷിപ്പിക്കാനായിട്ട് ദൈവത്തിന് കഴിയും. മനസ്സിനെയും ഹൃദയത്തെയും സന്തോഷിപ്പിക്കാനായിട്ട് ദൈവത്തിന് കഴിയും. അതുകൊണ്ടാണ് ആ വചനം, നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. ആനന്ദവും സന്തോഷവും ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമാണ്. ഇന്ന് മനുഷ്യർ ചിരിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ചില വേദനകൾ മറന്ന് ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മനുഷ്യരുടെ മുമ്പിൽ ചിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ സന്തോഷമുള്ളൊരു വ്യക്തിയായിട്ട് കാണപ്പെടാനായിട്ട് ബാഹ്യമായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. വചനം ഓർമ്മിപ്പിക്കുകയാണ്, നിന്റെ മനസ്സിനെയും ഹൃദയത്തെയും സന്തോഷിപ്പിക്കാനായിട്ട് കഴിയും. മനസ്സും ഹൃദയവും ഒക്കെ തളർന്നുപോയ വ്യക്തികളുണ്ട്. മനസ്സും ഹൃദയവും ഒക്കെ വളരെയധികം യാന്ത്രികമായിട്ട് അങ്ങനെയുള്ള മനോഭാവത്തോട് ജീവിക്കുന്നു. എല്ലാത്തിനും അർത്ഥം നഷ്ടപ്പെട്ട് ജീവിക്കുന്നു. കർത്താവ് വചനത്തിലൂടെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്, നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. തികഞ്ഞ പ്രത്യാശയോടുകൂടി നീ പ്രാർത്ഥിക്കുക. എല്ലാ വഴികളും അസ്തമിച്ചു, എല്ലാ സാധ്യതകളും അവസാനിച്ചു എന്ന് വിചാരിക്കുമ്പോഴും ദൈവത്തെ പൂർണ്ണമായിട്ട് മുറുകെ പിടിക്കുക. നീ മുറുകെ പിടിച്ചിരിക്കുന്ന ദൈവത്തിന് നിന്നെ സന്തോഷിപ്പിക്കാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് വലിയ കാര്യങ്ങൾ ചെയ്യും. മനുഷ്യൻ ആശ്രയിക്കുന്ന സുഖവും ദൈവം ഇടപെടുന്ന സമയവും, മനുഷ്യരാശ്രയിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യൻ കണ്ടെത്തുന്ന സന്തോഷവും ദൈവം നൽകുന്ന, ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആനന്ദവും വ്യത്യാസമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്, ദൈവം ഇടപെട്ടിരുന്നുവെങ്കിൽ. ആ സമയത്ത് ദൈവം ഇടപെടാത്തത് നീ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ സന്തോഷം ദൈവം നിനക്ക് നൽകാനായിട്ടാണ്. നിന്റെ പദ്ധതികൾക്കപ്പുറം ദൈവം നിന്നെ അനുഗ്രഹിക്കാനായിട്ടാണ്. ഇന്ന് നീ പ്രാർത്ഥിച്ചിട്ട് നീ ആഗ്രഹിച്ച സമയത്ത് ദൈവം നിനക്കൊന്നും നൽകിയിട്ടില്ല എന്നൊരു ചിന്ത, ഒരു വേദന നിനക്കുണ്ടെങ്കിൽ നീ ഓർത്തുകൊള്ളുക, നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന സന്തോഷത്തിൽ അപ്പുറം ദൈവം നിനക്ക് തരും. ദൈവത്തിൻ്റെ വാഗ്ദാനം അതാണ്. ദൈവം നിന്നെ വളരെയധികം ജീവിതത്തിൽ സന്തോഷിക്കുവാനായിട്ട് ഇടം നൽകുന്നു.
ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈ ഭൂമിയിൽ മാറും. അതുകൊണ്ട് തികഞ്ഞ പ്രത്യാശയോടെ ഈ ദൈവത്തിൽ ആശ്രയിക്കും. ഇന്ന് പ്രാർത്ഥിച്ചിട്ടും നിരാശയാണെങ്കിൽ ഓർക്കുക, ദൈവം നിന്നെ സന്തോഷിപ്പിക്കാനായിട്ട് വലിയ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൽ നിരാശപ്പെടാതെ പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നമ്മെ പരീക്ഷിക്കുന്നത് നമ്മുടെ വിശ്വാസവും പ്രത്യാശയും കൊണ്ടാണ്. നമ്മുടെ വിശ്വാസം എത്രമാത്രം വലുതാണെന്നും എത്രമാത്രം പ്രത്യാശയോടെ കാത്തിരിക്കുന്നുവെന്ന് ഉറച്ച ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ, ആ ഒരു അനുഗ്രഹം ലഭിക്കണമെങ്കിൽ വിശ്വാസവും പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. എബ്രായലേഖനം 11:1 നമുക്ക് വായിക്കുന്നുണ്ടല്ലോ, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും, കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യമാണ്. പ്രത്യാശയോടുകൂടി കാത്തിരിക്കുക. ജീവിതത്തിൽ സന്തോഷിക്കാനായിട്ട് ദൈവം ഇട നൽകും. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.